ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിലം അടിച്ചു വാരി തുടയ്ക്കുവാനായിട്ട് വാങ്ങിച്ച ഒരു റോബോട്ടിനെ പറ്റി പറയുവാനായിട്ടാണ്. വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. ഞാൻ വാങ്ങിയത് ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രീംബോട്ട് D10s പ്ലസ് എന്ന് പറഞ്ഞ റോബോട്ടാണ്. ഈ ഒരു വീഡിയോ ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയായിട്ടുള്ള സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിൽ നിന്ന് തന്നെ ഞാൻ ഏറ്റവും ആദ്യം തന്നെ തുടങ്ങുകയാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് ഞാൻ വാങ്ങിയത് 25,000 രൂപയ്ക്കാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് ഇപ്പം നമ്മൾ ആമസോണിൻ്റെ ഗ്രേറ്റ് ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു 32,000 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില കിടക്കാറുള്ളത്. പക്ഷേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒരു 2-3 മാസം മുമ്പേ വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇടയ്ക്ക് 25,000 രൂപയിലേക്ക് വന്നത്. അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഞാൻ ആമസോണിൻ്റെ പ്രൈസിങ് ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞ പ്രൈസിങ് കാണിച്ചത് 25,000 ആണ്. അങ്ങനെ 25,000 രൂപ വന്നപ്പം ഞാൻ ഓൺ ദ സ്പോട്ട് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പ്രോഡക്റ്റിന് എന്തുകൊണ്ട് 25,000 വന്നു എന്ന് ഞാൻ ഇനി പറയാം. ബാക്കിയുള്ള ഇതുപോലത്തെ റോബോട്ടുകളുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ 15,000 അല്ലെങ്കിൽ 15,000 to 20,000 റേഞ്ചിലാണ് മെയിൻലി വരാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് എന്തുകൊണ്ട് 25,000 വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 5 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ ഓട്ടോ MD സ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു റോബോട്ട് ഏറ്റവും ആദ്യമേ നമ്മുടെ നിലമെല്ലാം അടിച്ചു വാരി കഴിയുമ്പം അതിനകത്ത് വരുന്ന വേസ്റ്റ് ഏറ്റവും ആദ്യമേ ആ റോബോട്ടിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റോബോട്ട് അതിൻ്റെ സ്റ്റേഷനിലേക്ക് വരുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഡോക്കിലേക്ക് വരുമ്പം അവിടുന്ന് വാക്കം വഴി ഇതിനെ വാക്കം ചെയ്ത് നേരെ ഇതിൻ്റെ ഓട്ടോ MD സ്റ്റേഷനിലേക്ക് ഈ ഒരു വേസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമുക്ക് ഇതിനകത്ത് മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു റോബോട്ടിൽ നിന്ന് വേസ്റ്റ് എടുത്ത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓട്ടോ MD സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 65 ദിവസം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മാറ്റിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ക്യാമറ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്യാമറ, അതായത് ഹോം സർവൈലൻസ് ക്യാമറ പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോബോട്ടിനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഡാർ നാവിഗേഷനാണ്. ഈ ലൈഡാർ നാവിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് നാവിഗേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഈ ഒരു ലൈഡാർ നാവിഗേഷനാണ് കൂടുതൽ ആക്യുറേറ്റും എഫിഷ്യൻറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ലൈഡാർ നാവിഗേഷൻ ഉള്ളത് സാധാരണ ഉള്ള റോബോട്ടുകളിൽ കാണാറില്ല. ഇനി അടുത്തൊരു കാര്യം എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോപ്പിംഗ് ആണ്. ഇതിപ്പം 2-in-1 ആണ്. അതായത് നമുക്ക് ഡസ്റ്റും കളക്ട് ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് നിലം തുടയ്ക്കുകയും ചെയ്യും. സാധാരണ ഉള്ള റോബോട്ടിനകത്തൊക്കെ നിലം അടിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു റോബോട്ടിനകത്ത് നമുക്ക് രണ്ടും വരുന്നുണ്ട്. ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു പൊടി വലിച്ചതിന് ശേഷം ഈ ഒരു മോപ്പ് ഉപയോഗിച്ച് നമുക്ക് തുടയ്ക്കാനും സാധിക്കുന്നതാണ്. പിന്നെ AI ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 5,000 PA സക്ഷൻ പവർ വരുന്നുണ്ട് എന്നാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിനൊക്കെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4,000 PA അല്ലെങ്കിൽ 3,200 PA സക്ഷൻ പവർ ഒക്കെയാണ് വരുന്നത്. അവിടെ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു 5,000 PA സക്ഷൻ പവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 4.5 മണിക്കൂർ 280 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 4.5 മണിക്കൂർ റൺ ടൈമും വരുന്നുണ്ട്. ഇപ്പം ചാർജ് കുറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ തിരിച്ചു വന്ന് ഡോക്കിൽ കയറി ചാർജ് ചെയ്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ റിയൽ ലൈഫിൽ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രോഡക്റ്റിന് ഒരു ഓട്ടോ MD സ്റ്റേഷൻ വരുന്നുണ്ട്. അതിനകത്ത് 4 ലിറ്ററിൻ്റെ ഡസ്റ്റ് ബാഗാണ്
കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റോബോട്ട് കളക്ട് ചെയ്യുന്ന ഈ ഒരു വേസ്റ്റ് വാക്വം ചെയ്താണ് അതിനെ 4 ലിറ്റർ ഡസ്റ്റ് ബാഗിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ പോലും ആ ഒരു റോബോട്ടിനകത്തെ മുഴുവൻ വേസ്റ്റും വാക്വം ചെയ്ത് ഈ ഒരു ഡസ്റ്റ് ബാഗിലേക്ക് ഇടാനായിട്ട് ഈ ഒരു ഡിവൈസിന് സാധിക്കുന്നില്ല. വാക്വം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുറന്നു നോക്കിയപ്പം റോബോട്ട് നമുക്ക് തുറന്നു നോക്കാനായിട്ട് സാധിക്കും. തുറന്നു നോക്കിയപ്പം അതിനകത്ത് വീണ്ടും വേസ്റ്റ് ഇരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡുകളിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ വീടുകളിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് പോലും കാണാൻ സാധിക്കാത്ത വേസ്റ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ, അതായത് പൊടിയൊക്കെ ഇത് വലിച്ചെടുക്കും. പക്ഷേ ഞാൻ നമ്മളുടെ പത്രപേപ്പർ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഞാൻ നിലത്തിട്ട് കൊടുത്തു. അപ്പം ഈ സാധനം പത്രപേപ്പറൊക്കെ വലിച്ചെടുത്തു. എന്നിട്ട് അവിടെ ഡോക്കിലേക്ക് പോയി കഴിഞ്ഞപ്പം ആ ഒരു പത്രപേപ്പർ ഡോക്കിൽ കയറുന്നതിന്റെ തൊട്ട് മുൻപിൽ ഇട്ടിട്ടാണ് ഈ ഒരു സാധനം കയറുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ മാറ്റൊക്കെ കിടപ്പാണ്. കാർപ്പറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാറ്റ് കിടപ്പാണ്. ആ ഒരു മാറ്റിലൊക്കെ ഇതിന്റെ വീൽസ് സ്റ്റക്ക് ആവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും തുണിയൊക്കെ നിലത്ത് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിനെ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ തുണിയിലും വയറിലും ഒക്കെ കയറി സ്റ്റക്ക് ആവുന്നുണ്ട്. ഒരു വലിയൊരു ഒബ്ജക്റ്റ്, ഒരു കസാരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത്, ഒരു ഷൂ കണ്ടു കഴിഞ്ഞാലൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അവിടുന്ന് മാറി പോവും. പക്ഷേ ഇതുപോലത്തെ തുണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും അതിന്റെ വീൽസ് ഈ ഒരു തുണിയിലൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ട്. എന്നിട്ട് സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും. നമ്മൾ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴായിരിക്കും അവിടെ ആ ഒരു സാധനം സ്റ്റക്കായിട്ടിരിക്കുന്നത് കാണുന്നത്. 16 ആംബിയർ പവർ ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പവർ കോഡാണ് വരുന്നത്. 10 ആംബിയറിലേക്കുള്ളതല്ല. നമ്മുടെ വാഷിംഗ് മെഷീനും ഓവനും അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള 16 ആംബിയറിന്റെ പവർ ഔട്ട്ലെറ്റിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഡോക്ക് നമ്മൾ താഴെയാണ്, നിലത്താണ് വെക്കുന്നത്. അപ്പം നമ്മുടെ നിലത്ത് ഈ ഒരു 16 ആംബിയറിന്റെ പവർ ഔട്ട്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിന്റെ വള്ളി ഇപ്പം നോക്കിയാൽ പോലും നല്ല വലിയൊരു നീളമില്ല. നമുക്കിപ്പം മുകളിലാണ് നമ്മുടെ പവർ ഔട്ട്ലെറ്റ് എന്നുണ്ടെങ്കിൽ വലിയൊരു നീളം നമ്മുടെ ഈ ഒരു വള്ളിക്കില്ല. എന്നാലും 1 മീറ്റർ സംതിങ് ആണ് ഇതിന്റെ വള്ളിക്കുള്ള നീളം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് ഇതിന്റെ വാട്ടർ ടാങ്ക് ചെറിയൊരു വാട്ടർ ടാങ്ക് ആണ്. ആ ഒരു വാട്ടർ ടാങ്കിലേക്ക് നമുക്ക് ഡിറ്റർജന്റ് അതുപോലത്തെ കാര്യങ്ങളൊന്നും, സോപ്പോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കത്തില്ല. അവരത് കറക്റ്റ് അവരുടെ ആ ഒരു കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലത്തെ ഡിറ്റർജന്റും കാര്യങ്ങളും ഒന്നും ഒഴിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് രണ്ടുമാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഡ്രീം ബോട്ടിന്റെ ഈ ഒരു റോബോട്ടിനെ പറ്റി എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ എനിക്ക് ഇതിന്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനമൊക്കെ കയറിയതിൽ വീലിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സാധനം അകത്തുനിന്ന് വലുതായിട്ട് വേസ്റ്റ് ഈ ഒരു ഡസ്റ്റ് ബാഗിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിലെ ഒരു വീട്ടിലാണ് ഞാനിത് ഉപയോഗിച്ച് നോക്കിയത്. എന്നിട്ട് കേരളത്തിലെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം അമേരിക്കയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ അങ്ങനെയൊക്കെ പോകുമ്പം അവിടുത്തെ ഡസ്റ്റിന്റെ അളവ് കുറവായിരിക്കും, ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ളിടങ്ങളിൽ വരുമ്പോഴത്തേനും ഇത് വളരെ എളുപ്പത്തിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ രീതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, തലമുടിയും കാര്യങ്ങളും എല്ലാം കയറി കുടുങ്ങും. അതേപോലെ തന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാസ്ക് ഇട്ടൊക്കെ ചെയ്യുക.
കാരണം ഏറ്റവും ആദ്യമേ ഞാൻ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരാഴ്ച പനി പിടിച്ച് കടന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസ്ക് ഇട്ട് വല്ലോ ക്ലീൻ ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിനകത്തെ ഓരോ പാർട്സും ഉദ്ദേശിച്ചത് നമുക്ക് ഇതിൻ്റെ വീൽ ഉദ്ദേശിച്ചത് നമുക്ക് കറങ്ങുന്ന ആ ഒരു വീലും അതേപോലെ തന്നെ നമ്മുടെ അതിനകത്തെ വേസ്റ്റ് ഇടുന്ന ബോക്സും എല്ലാം നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ. See you in the next time. It's me, Alphin, signing out. Goodbye.